ഗസയിൽ നിന്ന് ഖത്തർ ആസ്ഥാനമായുള്ള അൽ ജസീറയ്ക്ക് വേണ്ടി സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ ഹമാസിന്റെ മുതിർന്ന കമാൻഡറാണെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആരോപിച്ചു. അൽ ജസീറ പത്രപ്രവർത്തകനായ 32 വയസ്സുള്ള മുഹമ്മദ് വാഷയാണ് ഇസ്രായേലിന്റെ ആരോപണവിധേയൻ. വടക്കൻ ഗസ മുനമ്പിൽ നിന്ന് മുഹമ്മദ് വാഷയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ലാപ്ടോപ്പ് തങ്ങൾ കണ്ടെടുത്തതായി IDFന്റെ ഇസ്രായേലി അറബിക് വക്താവ് ലഫ്റ്റനന്റ് അവിജയ് അദ്രയാണ് സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെട്ടത്. മുതിർന്ന ഹമാസ് സൈനിക പ്രവർത്തകനെന്ന നിലയിൽ വാഷയുടെ പങ്കാളിത്തം തെളിയിക്കുന്ന ചിത്രങ്ങൾ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നതായാണ് അദ്രെ പറയുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസ് പോരാളികൾ ഉപയോഗിച്ചതിന് സമാനമായ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ഉപകരണങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ വിവിധ ആയുധങ്ങൾ 32കാരനായ പത്രപ്രവർത്തകൻ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങളും പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. അൽ ജസീറ പത്രപ്രവർത്തകനായ മുഹമ്മദ് വാഷയുടെ ഒരു ലാപ്ടോപ്പ് വടക്കൻ ഗസ മുനമ്പിൽ നിന്ന് IDF കണ്ടെടുത്തു. ഇതിൽ ഇയാൾ മുതിർന്ന ഹമാസ് സൈനിക പ്രവർത്തകനായി സേവനമനുഷ്ഠിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഹമാസുമായി ചേർന്ന് വാഷ വ്യോമായുധങ്ങളുടെ ഗവേഷണ വികസനത്തിൽ പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവാണ് ഇതെന്ന് ഇന്റലിജൻസ് വിശകലനത്തിൽ കണ്ടെത്തിയതായാണ് അദ്രെ പോസ്റ്റിൽ അവകാശപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നടത്തിയ IDFന്റെ ഇന്റലിജൻസ് അന്വേഷണത്തിൽ വാഷയുടെ പ്രവർത്തനങ്ങൾ ഹമാസുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് പര്യാപ്തമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കൂടാതെ വിഷയത്തിൽ അൽ ജസീറയോടും സോഷ്യൽ മീഡിയ വഴി IDF പ്രതികരിച്ചിട്ടുണ്ട്. ഹേ അൽ ജസീറ, ഞങ്ങൾ കരുതിയത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ സാഹചര്യങ്ങളെക്കുറിച്ച് പക്ഷപാതരഹിതമായ റിപ്പോർട്ടുകൾ നൽകുമെന്നാണ്, അല്ലാതെ അവരെ ഹമാസ് തീവ്രവാദികളായി മുൻനിരയിൽ നിർത്തുമെന്നല്ല. ഗസ സ്വദേശിയായ വാഷ സമീപമാസങ്ങളിൽ ഒന്നിലധികം അൽ ജസീറ TV പ്രക്ഷേപണങ്ങളിലും നിരവധി ഓൺലൈൻ റിപ്പോർട്ടുകളിലും റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ട്. 2023 നവംബറിലെ ഒരു ലേഖനത്തിൽ അൽ ജസീറയുടെ മുഹമ്മദ് വാഷ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ IDF നടത്തിയ ഓപ്പറേഷനെക്കുറിച്ച് നടത്തിയ റിപ്പോർട്ടിംഗ് പ്രത്യേകം പരാമർശിക്കപ്പെട്ടതുമാണ്. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന് ഉത്തരവാദികളാണെന്ന് IDF അവകാശപ്പെടുന്നവരാണ് ഹമാസിലെ ഈ നുസൈറാത്ത് ബറ്റാലിയൻ ക്യാമ്പിലുണ്ടായിരുന്നവർ. അതേസമയം വാഷയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് അൽ ജസീറയോ ഖത്തർ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഖത്തർ ഗവൺമെന്റിന്റെ ഫണ്ടിംഗും നിയന്ത്രണവും കാരണം നെറ്റ്വർക്കിനെ ഒരു വിദേശ ഏജന്റായി രജിസ്റ്റർ ചെയ്യണമെന്ന് വാദിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കോൺഗ്രസ് റിപ്പബ്ലിക്കന്മാരുടെ സമ്മർദ്ദം അൽ ജസീറ നേരിടുന്ന സമയത്താണ് ഈ ആരോപണവുമുണ്ടായത്. എന്നാൽ ഒരു അൽ ജസീറ പത്രപ്രവർത്തകൻ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് IDF ആരോപിക്കുന്നത് ഇത് ആദ്യ സംഭവമല്ല. മാധ്യമ സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികൾക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ IDF നേരത്തെയും ഉന്നയിച്ചിട്ടുണ്ട്.